സാർ, ഈ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ക്യാൻസർ വരും, അതേപോലെ തന്നെ ക്യാൻസർ രോഗികൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കരുതും എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? സൺഫ്ലവർ ആണോ സാഫ്ലവർ ആണോ ഉദ്ദേശിച്ചത്? അപ്പൊ അങ്ങനെ രണ്ടു പേരുണ്ടോ ഇതിന്? രണ്ട് പേര് സാമ്യമുള്ള രണ്ട് ഡിഫറെന്റ് ഓയിലാണ്. സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യകാന്തി, സാഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ചെണ്ടൂരകം, ഹിന്ദിയിൽ അതിന് കുസും എന്ന് പറയുന്നത്. ആ ഫ്ലവർ, ഈ രണ്ട് ഫ്ലവേഴ്സിൽ നിന്നും ഓയിൽ എടുക്കുന്നുണ്ട്. രണ്ടും എഡിബിൾ ഓയിൽസ് ആണ്. രണ്ട് ഓയിലിനും ഗുണപരമായ പല ഗുണങ്ങളുമുണ്ട്. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതില് ധാരാളം, അതായത് അതിൽ അടങ്ങിയിരിക്കുന്ന omega-6 ഫാറ്റി ആസിഡിന്റെ അളവ് കൂടുതലാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ omega-6 കൂടുതലും omega-3 കുറവാണ്. ആ റേഷ്യോ വളരെ കുറവാണ്. അത് ക്യാൻസർ വളർച്ചയ്ക്ക്, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ വളർച്ചയ്ക്ക് സാധ്യത കൂട്ടും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ക്യാൻസർ രോഗികൾ ഇത് കഴിക്കരുത്, അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ ഈ സൺഫ്ലവർ ഓയിൽ ചൂടാക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ധാരാളം ആൽഡിഹൈഡുകൾ പുറത്തേക്ക് വരും. ഈ ആൽഡിഹൈഡുകൾ ശ്വസിച്ചാൽ അത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചർ കുക്കിങ്ങിനും ഈ സൂര്യകാന്തി എണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും സാഫ്ലവർ ഓയിലും റെക്കമെൻഡബിൾ അല്ല. സാർ, അപ്പൊ ഏത് എണ്ണയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? ഞാൻ ഒരു ഓയിലും റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം എണ്ണയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പിന്നെ പറയുകയാണെങ്കിൽ സാധാരണ കുക്കിങ്ങിന് ഏറ്റവും നല്ലത് ഒലിവ് ഓയിലാണ്. ഹൈ ടെമ്പറേച്ചർ കുക്കിങ്ങിനാണെങ്കിൽ അവക്കാഡോ ഓയിലാണ് ഏറ്റവും നല്ലത്.